BJPയുടെ ദേശീയ തലത്തിലുള്ള നേതൃത്വം അഴിച്ചു പണിതുകൊണ്ടിരിക്കുന്നു. 4 ദേശീയ മേധാവിയെ വച്ചു കഴിഞ്ഞു. JP നദ്ദയ്ക്ക് പകരം നിതിൻ ബബിൻ വന്നു കഴിഞ്ഞു. അതിനുശേഷം മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കളെയൊക്കെ അഴിച്ചു പണിതുകൊണ്ടിരിക്കുകയാണ്. ജൂൺ മാസത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയും ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. അതിനുപോത്ബലകമായി 4 സംസ്ഥാനങ്ങളിൽ BJP നേതൃത്വത്തിൽ വൻ അഴിച്ചുപണിയാണ് നടന്നിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംവിധാനമാണ്. കേന്ദ്രമന്ത്രി ഹർഷ് മൽഹോത്രയാണ് ഡൽഹി BJP അധ്യക്ഷൻ, പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ ബബിൻ നിയമിച്ചത്. വീരേന്ദ്ര സച്ദേവിന് പകരമായിട്ടാണ് മൽഹോത്ര ചുമതലയേൽക്കുന്നത്. ഹരിയാനയിൽ അർച്ചന ഗുപ്തയെയും പഞ്ചാബിൽ സർദാർ കേവൽ സിംഗ് ദില്ലാനെയെയും പുതിയ സംസ്ഥാന അധ്യക്ഷന്മാരായി പ്രഖ്യാപിച്ചു. വടക്ക് കിഴക്കൻ സംസ്ഥാനമായ ത്രിപുരയിൽ BJP MLA ആയ അഭിഷേക് ദേബ്രോയിയാണ് പുതിയ അധ്യക്ഷനായി നിയമിതനായത്. പാർട്ടി ദേശീയ സെക്രട്ടറി അനിൽ സിംഗ് പുറപ്പെടുവിച്ച ഔദ്യോഗിക വിജ്ഞാപനം അനുസരിച്ച് ഈ പുതിയ നിയമനങ്ങൾക്ക് ഉടനടി പ്രാബല്യമുണ്ടാകും. സംഘടന അടിത്തട്ടിൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടിയെന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടനയ്ക്കും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി ഹർഷ് മൽഹോത്ര ഡൽഹിയിൽ പാർട്ടി അധ്യക്ഷ സാഹചര്യത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന കൃത്യമായി നടക്കും. അതൊരു കാരണവശാലും മാറ്റിവെക്കാൻ സാധ്യതയില്ല. ഇവിടെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള അണ്ണാമലയുടെ പേര് വളരെ സജീവമായി ഡൽഹി രാഷ്ട്രീയത്തിൽ, ഡൽഹി റഡാറിൽ കറങ്ങുന്നത്. നേരത്തെ അണ്ണാമലയെ കേന്ദ്രത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആക്കും എന്നൊരു ചോദ്യമുണ്ട്, ഒരു ജനറൽ സെക്രട്ടറി ആക്കും എന്നൊരു വാർത്തയുണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ടത്ര മുന്നോട്ട് പോയില്ല. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയിട്ടുള്ള മന്ത്രിയായിട്ട് ഹർഷ് മൽഹോത്ര കേന്ദ്രമന്ത്രി ഡൽഹിയിലേക്ക് പോയ സാഹചര്യത്തിൽ ആ പൊസിഷനിലേക്കോ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി സ്ഥാനത്തേക്കോ നമ്മുടെ അണ്ണാമലയെ നിശ്ചയിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയം. കാരണം അണ്ണാമലയെ തീരുമാനിക്കുകയാണെങ്കിൽ കേരളത്തിലുള്ളവർക്ക് ഒരുപാട് അണ്ണാമലയുടെ ആരാധകരുടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് ഒരു താല്പര്യമുള്ള നേതാവാണ് അണ്ണാമല. അപ്പോൾ അതുകൊണ്ട് അണ്ണാമലയെ ഏത് പൊസിഷനിൽ ഫിറ്റ് ചെയ്യുമെന്നുള്ള അറിയാൻ കേരളീയർക്കും താല്പര്യമുണ്ട്. അണ്ണാമല സംഘടനാ രംഗത്ത് വളർന്നു പോയി സംഘടനാ സെക്രട്ടറി ആകുമോ അതോ കേന്ദ്രമന്ത്രിയാകുമോ എന്നുള്ളത് നമുക്ക് ജൂൺ മാസമാകുമ്പോൾ അറിയാൻ പറ്റും. എന്തായാലും വളരെ വലിയ മാറ്റമാണ് BJP കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ നേതാക്കളെ അവർ 4 സംസ്ഥാനങ്ങളിൽ ദേശീയ തലത്തിലുള്ള നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരം 4 സംസ്ഥാനങ്ങളിൽ പുതിയ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും ആളുകളെ കൊണ്ടുവരും. ഇനി മന്ത്രിസഭാ പുനഃസംഘടനയുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടന നടക്കുമ്പോൾ കേരളത്തിന് ഇനിയും പ്രാതിനിധ്യം കിട്ടുമോ? ജോർജ് കുര്യൻ്റെ പീരീഡ് മന്ത്രിസ്ഥാനം എന്നുള്ള നിലയിൽ, രാജ്യസഭാ MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പീരീഡ് അവസാനിക്കാറായി. അപ്പോൾ ഇനി രാജ്യസഭാ MP എന്നുള്ള നില അദ്ദേഹത്തിന് തുടരുമോ? അല്ല, അദ്ദേഹത്തിന് തുടരാൻ കഴിയില്ല. അതുകൊണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് സദാനന്ദൻ മാസ്റ്റർ വരുമോ എന്നൊരു ചോദ്യം വളരെ വലിയ രീതിയിൽ ഡൽഹിയിൽ കറങ്ങുന്നുണ്ട്. സദാനന്ദൻ മാസ്റ്റർക്ക് പകരം ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ പത്മജ വേണുഗോപാലോ അല്ലെങ്കിൽ കെ സുരേന്ദ്രനെ മറ്റൊരു കാര്യം കേൾക്കുന്നത് സുരേന്ദ്രനെ ദേശീയ തലത്തിൽ കൊണ്ടുപോയി സംഘടനാ സെക്രട്ടറി ആക്കും എന്നൊരു വാർത്തയും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സുരേന്ദ്രൻ സംഘടനാ സെക്രട്ടറി ആവുകയും ഞാൻ ഈ പറഞ്ഞ സദാനന്ദ മാസ്റ്ററോ ഇനി അബ്ദുള്ള കുട്ടിയോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ പത്മജ വേണുഗോപാൽ അങ്ങനെ 3-4 പേരിൽ ആരെങ്കിലും, ഇവരെല്ലാം ഇപ്പോൾ റഡാറിലുള്ളവരാണ്, ഇവരാരെങ്കിലും കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യവും അതുപോലെ റഡാറിൽ നിൽക്കുന്ന മറ്റൊരു പ്രധാന പേരാണ് അനൂപ് ആന്റണി എന്ന് പറയുന്ന തിരുവല്ലയിൽ മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തിയ അനൂപ് ആന്റണിയുടെ പേരും അനിൽ ആന്റണിയുടെ പേരും കറങ്ങുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ മെജോറിറ്റിക്കാണ്, ക്രിസ്ത്യൻ മുഖമാണ് കൊണ്ടുവരാൻ പോകുന്നതെങ്കിൽ അനിൽ ആന്റണി ഓർ അനൂപ് ആന്റണി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വീണ്ടും സമയം കൊടുക്കേണ്ടി വരും. രാജ്യസഭയെ കൊണ്ടുവന്നുകൊണ്ട് ജോർജ് കുര്യനെ തുടരാൻ അനുവദിക്കണം. അത് സമ്മതിക്കുമോ? അതോ മുസ്ലിംസിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മുടെ അബ്ദുള്ള കുട്ടിയെ കൊണ്ടുവരുമോ? അതല്ല ശോഭാ സുരേന്ദ്രനെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുപോകാനോ പത്മജ വേണുഗോപാലിനെയോ കെ സുരേന്ദ്രനെയോ കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി അവർ കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ അവർ എന്താവും സംഘടനാ രംഗത്ത് പോകുമോ? അപ്പോൾ അണ്ണാമലയ്ക്ക് അടക്കമുള്ള സൗത്ത് ഇന്ത്യയിലെ ആളുകളുടെ വലിയ നിർണായകമായ തീരുമാനങ്ങളാണ്, അവരുടെ പുറത്തുള്ള തീരുമാനമാണ് വരാനിരിക്കുന്നത്. അണ്ണാമല ഒന്നുകിൽ ദേശീയ സെക്രട്ടറി ആകും അല്ലെങ്കിൽ മന്ത്രിയാകും, കേന്ദ്രമന്ത്രിയാകും എന്ന നിലയിലാണ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഡൽഹി ബ്യൂറോകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും വരുന്ന ദിവസങ്ങൾ, അതായത് ജൂൺ ആദ്യത്തെ ആഴ്ച തന്നെ കേന്ദ്രമന്ത്രിസഭയും പൊളിച്ചെഴുതാൻ സാധ്യതയുണ്ട്. അതിലൊരുപാട് ആളുകളെ ഉൾക്കൊള്ളിക്കാൻ സാധ്യതയുണ്ട്, പുനഃസംഘടന വരാൻ സാധ്യതയുണ്ട്. ദേശീയ തലത്തിലും മറ്റ് സംസ്ഥാന തലങ്ങളിലും BJP അധ്യക്ഷന്മാരെയും കമ്മിറ്റിയെയും പുനഃസംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതും സമ്പൂർണ്ണമാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്.